ഒരു മാസമായി റെയിൽവേ മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം സുഗമമായതോടെ വാടനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ് അടച്ചുപൂട്ടി. ഗേറ്റ് അടച്ചിട്ട് ഇരുഭാഗത്തും കോൺക്രീറ്റ് തൂണുകളും കരിങ്കല്ലും കൊണ്ട് വാഹനങ്ങൾ കടന്നുപോകുന്നതിന് തടസ്സമേർപ്പെടുത്തി. വരും ദിവസങ്ങളിൽ ഗേറ്റ് എടുത്തുമാറ്റി ഇവിടെ ഗ്രിൽ സ്ഥാപിക്കുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതകളിലൊന്നാണ് ഈ പാത. 1921 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാത ആരംഭിച്ചതെന്ന് രേഖകളിൽ പറയുന്നു. നിലമ്പൂരിലെ തേക്ക് കൊണ്ടുപോകാനായാണ് പാത ആരംഭിച്ചത്. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള ഷൊർണൂർ നിലമ്പൂർ തീവണ്ടിപ്പാതയ്ക്ക് 66 കിലോമീറ്റർ നീളമാണുള്ളത്. തീവണ്ടിപ്പാത സ്ഥാപിക്കുമ്പോൾ തന്നെ വാടനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. നിലമ്പൂർ മുതൽ വാടനാംകുറിശ്ശി വരെയുള്ള ഭാഗത്തെ യാത്രക്കാർ ഷൊർണൂരിലെത്തി വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കും മറ്റും പോയിരുന്നത് ഈ റൂട്ടിലോടിയിരുന്ന തീവണ്ടികൾ വഴിയായിരുന്നു. കാലക്രമേണ പാലക്കാട് ഗുരുവായൂർ പാത വിവിധ സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡായതോടെ വാഹനത്തിരക്കേറി. വാടനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ് പാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ പ്രധാന തലവേദനയായി മാറുകയും ചെയ്തു. പിന്നീടാണ് വാടനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നത്. സ്ഥലം ഏറ്റെടുക്കൽ അടക്കം ഒരുപാട് തടസ്സങ്ങൾ പദ്ധതിക്ക് നേരിട്ടെങ്കിലും നിലവിൽ പാലം യാഥാർത്ഥ്യമായി. പാലം തുറക്കുന്നതിന് മുൻപ് ദിവസവും 16 തവണയോളം ഗേറ്റ് അടവും ഉണ്ടായിരുന്നു. ആംബുലൻസ് അടക്കം കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. ഗേറ്റ് അടവിന് മുൻപായി കടന്നുപോകാൻ സ്വകാര്യ ബസ്സുകാരുടെയും യാത്രക്കാരുടെയും ശ്രമങ്ങൾ പതിവ് കാഴ്ചയുമായിരുന്നു. പാലം വന്നതോടെ ഈ റൂട്ടിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി. ഗേറ്റ് ഇല്ലാതായത് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് തിരിച്ചടിയായി. യാത്രക്കാർ ഇതുവഴി വരാതായതോടെ ഇവരുടെ കച്ചവടവും കുറഞ്ഞു. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.